മക്കളെ നിങ്ങൾക്കൊരു വലിയൊരു ഗുണം എന്നറിയോ, ഇനി വരാൻ പോകുന്ന 9ാം ക്ലാസ് ബാച്ചും 8ാം ക്ലാസ് ബാച്ചൊക്കെ SSLCയിൽ എത്തുമ്പോൾ 25% സിലബസ് കുറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഈസി ജീവിതമായിരിക്കും ഈ സ്കൂൾ ലൈഫിൽ ജീവിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് സ്കൂൾ ലൈഫൊക്കെ ആക്ച്വലി ഓക്കെ ആയിരിക്കും 10ാം ക്ലാസ് ഒക്കെ വരെ. പിന്നെ ഉണ്ടാകുന്ന ഒരു ജീവിതം +1ഉം +2ഉം കോളേജും, അവിടെ നിന്ന് ആരും സിലബസ് നിങ്ങൾക്ക് വേണ്ടി കുറയ്ക്കാൻ പോകുന്നില്ല, അവർക്ക് വേണ്ടി കുറയ്ക്കാനൊന്നും പോകുന്നില്ല. അതെങ്ങനെയാണോ എത്രത്തോളം ബുദ്ധിമുട്ടാണോ ജീവിതം ഉള്ളത്, അത് കോളേജിലുള്ള പഠനമായിക്കോട്ടെ, +1 +2 പഠനമായിക്കോട്ടെ, എല്ലാവർക്കും ആ ബുദ്ധിമുട്ട് അതുപോലെ നിൽക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിസന്ധികളോട് കടന്നു പോകുന്ന കുട്ടികളാണ്. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിങ്ങൾക്ക് അവിടെ പുതിയ സിലബസ്, 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇവിടെ പുതിയ സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ, എല്ലാത്തിനോട് കടന്നു വരുന്ന കുട്ടിക്ക് ആ കുട്ടിക്ക് +1 +2 കോമഡി ആയിരിക്കും. ആ കുട്ടിക്ക് കോളേജിൽ വരാൻ പോകുന്ന പഠനത്തിന്റെ രീതിയിലുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, ജീവിതത്തിൽ അല്ലാത്ത ബുദ്ധിമുട്ടായിക്കോട്ടെ, നിങ്ങൾക്കുള്ള ഗുണം എന്താ അറിയോ, നിങ്ങൾ അതിലും വലിയ ബുദ്ധിമുട്ടുകൾ, അതിലും വലിയ അൺഫെയർ ആയിട്ടുള്ള രീതിയിലെ പല കാര്യങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അല്ലെ ഏറ്റവും ടഫായിട്ടുള്ള ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാടിലൂടെ കടന്നു വരും. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എന്തോ ലോക കഷ്ടപ്പാടല്ലേ പറയുന്നത്, പക്ഷെ അക്കാഡമിക് ആണെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്, കഷ്ടപ്പാടിലൂടെയാണ് അത് അങ്ങനെ കടന്നു പോകുന്ന ഒരു കുട്ടിയുടെ ആ ഒരു ക്വാളിറ്റിയും അതിലൂടെ പോവാത്ത ഒരു കുട്ടിയുടെ ക്വാളിറ്റിയും വേറെ ലെവൽ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു ചാൻസ് ആയിട്ട് അല്ലെ സ്വയം ഇംപ്രൂവ് ചെയ്യാനും സ്വയം ലെവൽ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ലൈഫിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം, ഒരു ചാൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കാണുക. അങ്ങനെ നിങ്ങൾ കാണാൻ റെഡി ആണെങ്കിൽ മക്കളെ ആക്ച്വലി നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. മനസ്സിലായി? അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ പോകേണ്ടത്. നേരെ തിരിച്ച് എല്ലാവരെയും കുറ്റം പറഞ്ഞ് ശരി നമ്മൾ കുറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാവരും കുറ്റം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെ ഇത് സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. അങ്ങനെയുള്ള മെന്റാലിറ്റിയിൽ പോയാൽ നമ്മൾ താഴേക്ക് മാത്രമേ പോകുള്ളൂ.